الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളീ ഒന്നിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നൊരു ഹദീസുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, وجبت محبتي للمتحابين فيا والمتجالسين فيا والمتزاورين فيا والمتبادلين فيا أو كما قال صلى الله عليه وسلم. എൻ്റെ സ്നേഹം എൻ്റെ മേൽ എൻ്റെ കാരണത്താൽ പരസ്പരം സ്നേഹിക്കുന്നവർക്ക്, എൻ്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിക്കുന്നവർക്ക്, എൻ്റെ കാരണത്താൽ പരസ്പരം ഇരിക്കുന്നവർക്ക്, എൻ്റെ പേരിൽ പരസ്പരം ചിലവഴിക്കുന്നവർക്ക് എൻ്റെ ഹബ്ബ് നിർബന്ധമായിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു. ആ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്നേഹം, അവൻ്റെ മഹബ്ബത്ത് വാജിബാകുന്ന, അത് അനിവാര്യമായും ലഭിക്കുന്ന നല്ല സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സ്വഹാബി ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഞങ്ങൾ അൻസാറുകളിൽപ്പെട്ട ഒരു സ്വഹാബിയുടെ ജനാസയിൽ പുറപ്പെട്ടു. അങ്ങനെ ഫന്തഹൈന ഇലൽ ഖബർ, ഖബറിന്റെ സമീപത്തേക്ക് എത്തിയപ്പോൾ വലമ്മാ യുൽഹദ് ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഖബർ, ആ വ്യക്തിക്ക് വേണ്ടി ഖബർ കുഴിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ ഓരത്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ സത്യവിശ്വാസികളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ ജനാസയെ ഇത്തിബാ ചെയ്യൽ, അതിനെ വേണ്ട കാര്യങ്ങൾ നിർവഹിക്കൽ, അതുപോലുള്ള കാര്യങ്ങളിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ അൻസാറുകളിൽപ്പെട്ട സ്വഹാബി മരിച്ചപ്പോൾ അദ്ദേഹത്തെ ഖബറടക്കാൻ വേണ്ടി ഖബർ കുഴിച്ചപ്പോൾ ആ കുഴിയുടെ സമീപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്നു. വജലസ്നാ ഹൗല, ഞങ്ങൾ, ബറാ റളിയല്ലാഹു അൻഹു പറയാം, ഞങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും ഇരുന്നു. കഅന്നമ അലാ റൂസിന ത്വയ്ർ, കഅന്നഹ അലാ റൂസിന ത്വയ്ർ, ഞങ്ങളുടെ തലയിൽ ഒരു കിളി വന്നിരുന്നാൽ അത് പാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എങ്ങനെ ഇരിക്കുമോ ആ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തോ പറയാനുണ്ട്. റസൂലിന്റെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്ത് അച്ചടക്കത്തോടുകൂടെ ഞങ്ങൾ ഇരുന്നു എന്ന് മഹാനായ ബറാ റളിയല്ലാഹു അൻഹു പറയുകയാണ്. വഫി യദിഹി ഊദു യൻകുതു ബിഹി ഫിൽ അർദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു മരക്കൊള്ളി ഉണ്ടായിരുന്നു. അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മണലിൽ വരക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ മരക്കൊമ്പ് കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടയാളമിടുന്നുണ്ടായിരുന്നു. ഫറഫഅ റഅസഹു, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തല ഉയർത്തി. ഫഖാൽ, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബ്ർ, നിങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് കാവൽ തേടണം. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തഅലീമിന്റെ, അവിടുന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ രീതിയിൽ നമുക്കൊരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഏറ്റവും അനുയോജ്യമായ ഒരു സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കുന്ന വ്യക്തികളുടെ ഹൃദയത്തിൽ പതിയുന്ന രൂപത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ ഓരത്തിരുന്ന് മഹാന്മാരായ സ്വഹാബത്തും ചുറ്റും അവിടുത്തെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബ്ർ. 2-3 പ്രാവശ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് ബറാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇസ്തഈദു ബില്ലാഹ് മിൻ അദാബിൽ ഖബ്ർ, ഇസ്തഈദു ബില്ലാഹ് മിൻ അദാബിൽ ഖബ്ർ,
ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവൽ തേടണം. എന്നിട്ട് ചില കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആ കാര്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഖബറിൽ ഒരു മനുഷ്യൻ വെക്കപ്പെട്ടാൽ 2 മലക്കുകൾ വന്ന് 3 കാര്യങ്ങൾ ചോദിക്കും. അതിനെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക, രണ്ടാമത്തെ ചോദ്യം മൻ നബിയുക, മൂന്നാമത്തേത് മാ ദീനുക. ഈ 3 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ അതിന് മറുപടി പറയും. എന്തു പറയും? റബ്ബി അല്ലാഹ്. ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോൾ എന്റെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയും. ആരാണ് നിന്റെ നബി എന്ന് ചോദിക്കുമ്പോൾ നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ സത്യവിശ്വാസിക്ക് സാധിക്കും. അതുപോലെ തന്നെ ദീനിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ദീനി അൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാണ് എന്ന് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസിക്ക് മറുപടി പറയാൻ സാധിക്കും. അതേ സ്ഥാനത്ത് ഇതേ ചോദ്യങ്ങൾ ഈ ഹദീസിൽ പിന്നീട് വരുന്ന ഭാഗമാണ്. ഈ 3 ചോദ്യങ്ങൾ കാഫിറായ സത്യനിഷേധിയായ ഒരു മനുഷ്യനോടാണ് ചോദിക്കുന്നതെങ്കിൽ ഓരോ ചോദ്യത്തിനും മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ, മൻ നബിയുക എന്ന് ചോദിക്കുമ്പോൾ, മാ ദീനുക എന്ന് ചോദിക്കുമ്പോൾ ഓരോ ചോദ്യത്തിനും വിലാപത്തോടുകൂടെ കരഞ്ഞുകൊണ്ട് ഹാ 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 ലാ അതിരി, എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ചോദ്യത്തിനും വിലാപമായിരിക്കും. എനിക്കറിയില്ല എന്ന് കരഞ്ഞുകൊണ്ടുള്ള വിലാപമായിരിക്കും സത്യനിഷേധിയെ സംബന്ധിച്ചിടത്തോളം മറുപടിയായിട്ടുണ്ടായിരിക്കുക. ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ ഇമാം ബുഖാരിയും അതുപോലെ തന്നെ മുസ്ലിമും രേഖപ്പെടുത്തുന്ന അസ്മാ ബിൻത് അബീ ബക്കർ അവർ നിവേദനം ചെയ്യുന്ന മറ്റൊരു റിവായത്തിൽ ഇതേ ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ 3 ചോദ്യങ്ങൾ മുനാഫിഖായ ഒരു മനുഷ്യനോടാണ് ചോദിക്കുന്നതെങ്കിൽ, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, അതുപോലെ തന്നെ കാഫിർ എന്ന് പറഞ്ഞാൽ അതും നമുക്ക് അറിയാം. മുനാഫിഖ് എന്ന് പറഞ്ഞാലോ കപട വിശ്വാസി, പുറമെ വിശ്വാസികളുടെ കൂടെയായിരിക്കുകയും അതുപോലെ തന്നെ ഉള്ളിൽ വിശ്വാസം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് എന്ത് പറയുന്നത്? മുനാഫിഖ്, കപട വിശ്വാസി എന്ന് പറയുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സൂറത്തുൽ ബഖറയുടെ തഫ്സീർ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്തിന്റെ തഫ്സീർ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കുറിച്ച് 4 ആയത്തുകളിൽ പരാമർശിച്ചെങ്കിൽ പിന്നീട് സത്യനിഷേധികളെ കുറിച്ച് 2 ആയത്തുകളിലാണ് അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞതെങ്കിൽ പിന്നീട് വരുന്ന ധാരാളം ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആരുടെ വിശേഷണമാണ്? കപട വിശ്വാസികളുടെ വിശേഷണമാണ്. എന്തുകൊണ്ടാണത്? കപട വിശ്വാസി തനിച്ച സത്യനിഷേധിയേക്കാൾ അഖ്ബസ് ആയതുകൊണ്ടാണത്. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അഖ്ബസ് ആണ്, കാഫിർ ഖബീസ് ആണെങ്കിൽ, സത്യനിഷേധി മോശമാണെങ്കിൽ അതിനേക്കാൾ അഖ്ബസ് ആണ്, അങ്ങേയറ്റം മോശക്കാരനാണ് ആര്? കപട വിശ്വാസി. അതുകൊണ്ടാണ് നരകത്തിന്റെ അടിത്തട്ടിലാണ് അദ്ദർക്കുൽ അസ്ഫൽ. കപട വിശ്വാസിയുടെ സ്ഥാനം എവിടെയാണ്? അദ്ദർക്കുൽ അസ്ഫൽ, ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. നരകത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലാണ് കപട വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കപട വിശ്വാസിക്ക് കിടക്കേണ്ടി വരുന്നത്. അപ്പോൾ കപട വിശ്വാസി, ഈ കപട വിശ്വാസിയോടാണ് ഈ 3 ചോദ്യങ്ങൾ ഖബറിൽ വെച്ച് ചോദിക്കുന്നതെങ്കിൽ ഓരോ ചോദ്യത്തിനും എനിക്കറിയില്ല എന്ന് മറുപടി പറയുന്നതിന്റെ കൂടെ കപടവിശ്വാസിയായ മനുഷ്യൻ പറയും, സമിഅ്തു الناس يقولون شيئا فقلت. ആളുകൾ ചിലതൊക്കെ പറയുന്നത് ഞാൻ കേട്ടു, ഞാനും അത് പറഞ്ഞു. എങ്ങനെ? കപടവിശ്വാസിയായ മനുഷ്യനോടാണ് ഈ ചോദ്യമെങ്കിൽ. ആരാണ് കപടവിശ്വാസി? പുറമെ സത്യവിശ്വാസികളുടെ കൂടെയായിരിക്കുകയും സത്യവിശ്വാസികളുടെ കൂടെ ഹജ്ജിനുണ്ടാകാം, ഉംറക്കുണ്ടാകാം, ജമാഅത്ത് നമസ്കാരങ്ങളിൽ ഉണ്ടാകാം, ദീൻ പഠിക്കുന്ന സദസ്സുകളിൽ ഉണ്ടാകാം, സത്യവിശ്വാസികളുടെ വേഷമായിരിക്കാം, സത്യവിശ്വാസികളുടെ ഹൈഅത്തുണ്ടായിരിക്കാം, ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അവന്റെ ഉള്ളിലേക്ക് വിശ്വാസം കടന്നെത്തിയിട്ടുണ്ടാവുകയില്ല. അങ്ങനെയുള്ള നിഫാഖുള്ള മനുഷ്യനോടാണ് ഈ ചോദ്യമെങ്കിൽ അവൻ പറയും, സമിഅ്തു الناس يقولون شيئا فقلت. ആളുകൾ ചിലതെല്ലാം പറയുന്നത് കേട്ടു, ഞാനും അത് പറഞ്ഞു. ഇനി നമ്മളോട് ഈ 3 ചോദ്യങ്ങൾ ഒന്ന് ചോദിച്ചു നോക്കുക. നമ്മൾ മരിച്ചിട്ടില്ല, ഖബറിലേക്ക് നമ്മെ വെച്ചിട്ടില്ല. അതിനു മുമ്പായി നമ്മൾ ഈ 3 ചോദ്യങ്ങൾ നല്ല രൂപത്തിൽ ഒന്ന് ചോദിച്ചു നോക്കുക. മർ റബ്ബുക എന്ന് ചോദിച്ചാൽ
ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റബ്ബിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് എത്രമാത്രമാണ്, നമ്മുടെ റബ്ബിനെ കുറിച്ച് നമുക്കുള്ള ഇൽമ്, നമ്മുടെ റബ്ബിനെ കുറിച്ച് നമുക്ക് എന്തുമാത്രം അറിയാം, നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ലില്ലാഹി തിസ്അതൻ വ തിസ്ഈന ഇസ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99ഓളം നാമങ്ങളുണ്ട്. വമൻ അഹ്സാഹ ദഖലൽ ജന്ന. ആരെങ്കിലും അതിനെ ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അല്ലാഹുവിന്റെ നാമങ്ങൾ ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ഒന്നാമത് 3 രൂപത്തിലാണ് ഉലമാക്കൾ അത് പറയുന്നത്. ഒന്നാമത്തേത് അത് ഹിഫ്ലാക്കലാണ്, കാണാതെ പഠിക്കലാണ്. രണ്ടാമത്തേത് അതിന്റെ ആശയം പഠിക്കലാണ്. മൂന്നാമത്തേത് ആ ആശയത്തിനനുസരിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കലാണ്. ഇങ്ങനെ ഇഹ്സാ ചെയ്താൽ ദഖലൽ ജന്ന, ആ വ്യക്തി സ്വർഗത്തിൽ കടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ പഠിക്കണം, അതിന്റെ ആശയങ്ങൾ പഠിക്കണം. നമ്മളോടൊന്ന് ചോദിച്ചു നോക്കി, നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് ഭക്ഷണം നൽകിയ, നമുക്ക് വെള്ളം തന്ന, നമുക്ക് ശ്വാസോച്ഛ്വാസം തന്ന, നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു തന്ന, നമുക്ക് കേറിക്കിടക്കാൻ പാർപ്പിടം തന്ന, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിലേക്ക് വഴി കാണിച്ചു. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ, നമ്മെ പടച്ച നമ്മുടെ റബ്ബിന്റെ നാമങ്ങൾ, എത്ര നാമങ്ങൾ നമുക്ക് കാണാതെ അറിയാം. അതിലെത്ര നാമങ്ങളുടെ അർത്ഥം നമുക്കറിയാം. അതിലെത്ര നാമങ്ങളെ നമ്മൾ വേണ്ട രൂപത്തിൽ അതിനെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിന്റെ ആശയത്തെ നല്ല രൂപത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. മൻ റബ്ബുക എന്ന് ചോദിച്ചാൽ, ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ റബ്ബിനെ കുറിച്ച് എന്തുമാത്രം അറിവ് നമുക്കുണ്ട് എന്ന് നമ്മോടൊന്ന് ആത്മവിചാരണ ചെയ്യേണ്ടതുണ്ട്. ആ റബ്ബിന്റെ കലാം, വിശുദ്ധ ഖുർആൻ, എത്ര ആയത്തുകൾ നമുക്ക് ഹിഫ്ളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 114 അധ്യായങ്ങൾ നമുക്കായാണ് അവതരിപ്പിച്ചത്. നമുക്കായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. ആ വിശുദ്ധ ഖുർആനിൽ നിന്ന് എത്ര സൂറത്തുകൾ നമുക്ക് ഹിഫ്ളുണ്ട്, എത്ര ആയത്തുകൾ നമുക്ക് ഹിഫ്ളുണ്ട്, എത്ര ആയത്തുകളുടെ അർത്ഥം നമുക്കറിയാം. പോകട്ടെ, സൂറത്തുൽ ഫാത്തിഹ തന്നെ നേർക്ക് നേരെ അതിന്റെ മഫ്ഹൂം, അതിന്റെ ആയത്തിന്റെ മഖ്സൂദ്, ഓരോ ആയത്തിന്റെയും ആശയം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്. നമ്മൾ ഓരോ നിസ്കാരത്തിലും നിർബന്ധമായും പാരായണം ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ പോലും നമുക്ക് എത്രമാത്രം അറിയാമെന്ന് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമ്മുടെ ഈ ലോകത്തെയും പരലോകത്തെയും സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർന്നു തന്ന, പഠിപ്പിച്ച അവിടുത്തെ വാക്കുകൾ, ഹദീസുകൾ, എത്ര ഹദീസുകൾ നമുക്കറിയാം, എത്ര ഹദീസുകളുടെ ആശയങ്ങൾ നമുക്കറിയാം, എത്ര ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ് മൻ റബ്ബുക എന്ന് ചോദിച്ചാൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ മരിക്കുന്നതിന് മുമ്പ് നമ്മളോടൊന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് എത്രമാത്രമാണ്. മൻ നബിയുക എന്ന് ചോദിച്ചാൽ, ആരാണ് നിന്റെ നബി എന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള നമ്മുടെ ഇൽമ് എന്താണ്. മാ ദീനുക എന്ന് ചോദിച്ചാൽ, നിന്റെ ദീൻ ഏതാണ് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള നമ്മുടെ പരിജ്ഞാനം എത്രമാത്രമാണ്. നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മളും ആളുകൾ അങ്ങനെ ഇങ്ങനെയും ഒക്കെ പറയുന്നത് കേട്ടു, പള്ളിയിലെ ഖതീബ് ഇങ്ങനെ പറയുന്നത് കേട്ടു, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ പറയുന്നത് കേട്ടു, മഹല്ലിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു, ഫഖുൽതു ഷൈഅൻ ഫഖുൽതുഹു, ഞാനും അത് പറഞ്ഞു എന്ന മുനാഫിഖിന്റെ മറുപടിയാണോ ഇത്തരം ചോദ്യങ്ങളിൽ നമുക്കുള്ളത്? അതോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസിക്ക് യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ മിൻകും ബിൽ ഖൗലി സാബിത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖൗലു സാബിത്ത് കൊണ്ട്, സ്ഥൈര്യമുള്ള വാക്കുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അല്ലാഹു സ്ഥൈര്യം നൽകുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ റബ്ബിനെ കുറിച്ച് പറയാൻ, റബ്ബിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, ദീനിനെ കുറിച്ച് പറയാൻ, ദീൻ വിഷയങ്ങളിൽ നമുക്ക് അറിവുണ്ടോ
എന്നൊരാത്മവിചാരണ നമ്മൾ നടത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അസ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്ന് തഅക്കീദുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, അല്ലാഹു പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം സത്യം ചെയ്യുകയാണ്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. എന്നിട്ട് അല്ലാഹു പിന്നെ ഉപയോഗിച്ച വാക്ക് ഏതാണ്? ഇന്ന എന്ന വാക്കാണ്. ഇന്ന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? തഅക്കീദിന് ഉപയോഗിക്കുന്ന വാക്കാണ്. തീർച്ചയായും എന്ന അർത്ഥം വരാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഇന്ന എന്നുള്ളത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ. ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ. ആ ഫീക്ക് മുമ്പ് ഉപയോഗിച്ച ലാമു തഅക്കീദ് എന്നാണ് അറിയപ്പെടുന്നത്. ലാമു തഅക്കീദ്, ഉറപ്പിച്ചു പറയാനായിട്ട് ഉപയോഗിക്കുന്ന ലാമാണ് ലഫി എന്നിടത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം സത്യം ചെയ്തു പറഞ്ഞാലോ അതിന്റെ ഗൗരവം അത്രമേൽ വലുതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലത്തെ കൊണ്ട് സത്യം ചെയ്യുന്നു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഉറപ്പിച്ചു പറയാൻ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഇന്ന എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അതിനുശേഷം വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ലാമു തഅക്കീദ് ഉപയോഗിക്കുന്നു. ലഫി എന്ന വാക്ക് വീണ്ടും ഉപയോഗിക്കുന്നു. 3 പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ഉറപ്പിച്ച് തഅക്കീദ് ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം എന്താണ്? ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ. തീർച്ചയായും മനുഷ്യൻ എന്തിലാണ്? പരാജയത്തിലാണ്, നഷ്ടത്തിലാണ്, പരാജയത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ല ഈ സൂറത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നൽ ഇൻസാന ലഖാസിർ, തീർച്ചയായും മനുഷ്യവർഗം നഷ്ടം സംഭവിച്ചവനാണ് എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മറിച്ച് ലഫീ ഖുസ്ർ, ഫീ ഖുസ്ർ, നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ നഷ്ടത്തിൽ മുങ്ങിത്താഴ്ന്നവനാണ്. ഒരു രക്ഷയില്ലാത്ത രൂപത്തിൽ അങ്ങേയറ്റം നഷ്ടത്തിൽ, ഖുസ്റിൽ, പരാജയത്തിൽ മുങ്ങിത്താഴ്ന്നവനാണ് എന്ന മുബാലഗത്തിന്റെ അർത്ഥം ലഭിക്കുന്ന വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. ഒന്നുകൂടെ പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ഉറപ്പിച്ചു പറയാൻ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന 3 പ്രയോഗങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു മനുഷ്യവർഗം, അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗം, മനുഷ്യൻ എന്ന വർഗം ലഫി ഖുസ്ർ, എന്തിലാണ്? നഷ്ടത്തിലാണ്. മനുഷ്യവർഗം പരാജിതരാണ് എന്നല്ല അള്ളാഹു ഉപയോഗിച്ചത്. ഫീ ഖുസ്ർ, നഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ നഷ്ടത്തിൽ കരകാണാതെ അല്ലെങ്കിൽ പുറം കാണാതെ മുങ്ങിത്താഴ്ന്നവനാണ് എന്ന മുബാലഗത്തിന്റെ അങ്ങേയറ്റത്തെ ഒരർത്ഥം ലഭിക്കുന്ന പ്രയോഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അപ്പം മനുഷ്യൻ അത് ഏത് കാലത്തുള്ളവനാണെങ്കിലും, അത് എത്ര വലിയവനാണെങ്കിലും, ഏത് അവസ്ഥയിലുള്ളവനാണെങ്കിലും മനുഷ്യവർഗം എന്തിലാണ്? ഫീ ഖുസ്റിലാണ്, പരാജയത്തിലാണ്, നഷ്ടത്തിൽ മുങ്ങിത്താഴ്ന്നിരിക്കുകയാണ്. 4 സ്വഭാവങ്ങളുള്ള ആളുകൾ ഒഴികെ. അതിൽ നിന്ന് അല്ലാഹു 4 സ്വഭാവങ്ങളുള്ള ആളുകളെ ഇസ്തിസ്നാ ചെയ്യുന്നുണ്ട്. 4 സ്വഭാവങ്ങളുള്ള ആളുകൾ അതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. ഈ 4 സ്വഭാവങ്ങളില്ലാത്ത എല്ലാവരും തന്നെ എന്തിലാണ്? നഷ്ടത്തിലാണ്. ഏതൊക്കെയാണ് 4 സ്വഭാവങ്ങൾ? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ, ഈമാനുള്ളവർ ഒഴികെ, വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മം ചെയ്തവർ ഒഴികെ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ടും ഹഖ് കൊണ്ടും പരസ്പരം ഉപദേശിച്ചവരും ഒഴികെ. ഇതിൽ ആദ്യം പറഞ്ഞ കാര്യം ഏതാണ്? ഈമാനാണ്. ആദ്യം പറഞ്ഞ കാര്യം ഈമാനാണ്. ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. അറിവില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ ഇൽമ്, ഒന്നാമത്തേത് ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള ഈമാൻ. അതുകൊണ്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ-ഉസൂലു സലാസ ആ ഗ്രന്ഥത്തിൽ ആദ്യ ഭാഗത്ത് 4 മസ്അലകൾ പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ 4 മസ്അലകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട 4 കാര്യങ്ങൾ. ഒന്നാമത്തേത് അൽ ഇൽമ്, പിന്നെ അമൽ. ഒന്നാമത്തേത് അറിവാണ്, രണ്ടാമത്തേത് ആ അറിവനുസരിച്ച് അമൽ ചെയ്യലാണ്, മൂന്നാമത്തേതോ
ദഅവത്താണ്. നമ്മൾ പഠിച്ചറിഞ്ഞ് അമലാക്കിയ വിഷയത്തിലേക്ക് ആളുകളെ ക്ഷണിക്കലാണ്. നാലാമത്തേതോ അസ്സബ്ർ, ക്ഷമ പാലിക്കലാണ്. അതിന് ദലീലായിക്കൊണ്ട്, അതിന് തെളിവായിക്കൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള കൊണ്ടുവന്ന ആയത്ത് ഏതാണ്? സൂറത്ത് ഏതാണ്? സൂറത്തുൽ അസ്റാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇമാം ഷാഫിഈ റഹിമഹുള്ളയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുജ്ജത്തായിക്കൊണ്ട് ഈ ഒരു സൂറത്ത് മാത്രം അവതരിപ്പിച്ചിട്ടുള്ളൂ എങ്കിലും അത് മതിയാകുമായിരുന്നു. അത്രമേൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന സൂറത്താണേത്? സൂറത്തുൽ അസ്ർ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടം പറ്റാത്ത മനുഷ്യന്റെ വിശേഷണമായി പറയുന്ന 4 കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഏതാണ്? ഇൽമാണ്. ഇൽമ് എന്ന് പറയുന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഒരു മത്സ്യത്തിന് ജലമെന്നോണം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവൻ, അവന്റെ ആത്മാവ് അത് ഇൽമിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അല്ലാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഖശിയത്ത് ചെയ്യുന്നത്, ഭയപ്പെടുന്നത് ആരാണ്? അൽ ഉലമാ, ഇൽമുള്ള ആളുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു വീണ്ടും പറഞ്ഞു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്. നിങ്ങളിൽ ഈമാനുള്ള ആളുകളെയും അതുപോലെ തന്നെ ഇൽമ നൽകപ്പെട്ടവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പല പദവികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുമെന്ന് ആര് പറയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങൾ പറയുന്നത് കാണാൻ സാധിക്കും, ഈ ദുനിയാവിലും അല്ലാഹു ഇൽമുള്ള ആളുകളെ ഉയർത്തും, നാളെ സ്വർഗത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പദവികളെ ഉയർത്തും എന്നുള്ളതാണ്. ഇൽമ് നൽകപ്പെട്ട ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും അവരുടെ പദവികൾ ഉയർത്തും, നാളെ പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പദവികൾ ഉയർത്തും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, വഖുർ റബ്ബി സിദ്നി ഇൽമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. നമുക്കറിയുന്ന ആയത്താണ്. വഖുൽ, പറയുക, റബ്ബി സിദ്നി ഇൽമ, എന്റെ റബ്ബേ എനിക്ക് നീ ഇൽമ വർദ്ധിപ്പിക്കണമേ. എന്റെ റബ്ബേ എനിക്ക് നീ ഇൽമ വർദ്ധിപ്പിക്കണമേ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് പറയുന്നു, വദലാലതു ഹാദിഹിൽ ആയ അലാ ഫദ്ലിൽ ഇൽമി ളാഹിറ ലഅന്ന അല്ലാഹ ലം യഅ്മുർ നബിയഹു ബിതലബിൽ ഇസ്തിയാദി മിൻ ഷൈഇൻ ഇല്ലാ മിനൽ ഇൽം. ഈ ആയത്തിൽ, ഈ ഒറ്റൊരായത്ത് തന്നെ എടുത്താൽ തന്നെ, ഈ ഒരു ആയത്തെടുത്താൽ തന്നെ ഇൽമിന്റെ ശ്രേഷ്ഠത, ഇൽമിന്റെ മഹത്വം എത്രമേൽ വലുതാണെന്ന് ഈ ഒരു ആയത്തിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇൽമല്ലാത്ത ഒറ്റ വിഷയവും അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധനവിന് വേണ്ടി തേടാൻ പറഞ്ഞിട്ടില്ല. അധികമായി ലഭിക്കാൻ നമ്മൾ പരിശോധിച്ച് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അധികമായി ലഭിക്കാൻ ഇൽമിന്റെ വിഷയമല്ലാതെ മറ്റൊരു വിഷയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടില്ല. അല്ലെ? എന്തൊക്കെ തേടാം, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, പക്ഷെ ഇൽമിന്റെ വർദ്ധനവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തേടാനായി കൽപ്പിച്ചത് എന്നത് തന്നെ മതിയാകും. ഇൽമ് എന്നുള്ളത് എത്രമേൽ മഹത്തമായ, എത്രമേൽ ശ്രേഷ്ഠകരമായ, എത്രമേൽ സത്യവിശ്വാസിക്ക് അനിവാര്യമായ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ ഇത് തന്നെ മതിയാകും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദീനിൽ അവൻ അല്ലാഹു നൽകും, ഇൽമ നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വമഫ്ഹൂമുൽ ഹദീസി അന്ന മൻ ലം യതഫഖഹ് ഫിദ്ദീൻ ഐ ലം യതഅല്ലം ഖവാഇദൽ ഇസ്ലാം വമാ യത്തസിലു മിനൽ ഫുറൂഇ ഫഖദ് ഹുരിമൽ ഖൈർ. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് ദീനി വിജ്ഞാനങ്ങൾ, ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ, തൗഹീദിന്റെ ഇനങ്ങൾ,
അതുപോലെ തന്നെ അതിന്റെ നേർവിപരീതമാകുന്ന ഷിർക്ക്, അതിന്റെ ഗൗരവം, അതിന്റെ ഇനങ്ങൾ ഇത് പഠിക്കാത്ത, അതുപോലെ തന്നെ ദീനിന്റെ ഫുറൂഇയായ കാര്യങ്ങൾ, ഇബാദത്തുകൾ, മറ്റു ശാഖാപരമായ കാര്യങ്ങൾ, ഇതൊന്നും പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഖൈർ നിഷേധിക്കപ്പെട്ടവനാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ല പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി നമ്മളോടൊന്ന് ചോദിച്ചു നോക്കി, നമ്മളെക്കുറിച്ചൊരു ഖൈറുള്ള ആളാണ് എന്ന് പറയപ്പെടാൻ പറ്റുന്നൊരവസ്ഥ നമുക്കുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുക. തൗഹീദിനെ കുറിച്ച് എത്രമാത്രം നമുക്കറിയാം? തൗഹീദ് സംബന്ധമായി തൗഹീദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് ശർഇൽ ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം എന്താണ്? തൗഹീദ് അതിന്റെ 3 ഇനങ്ങൾ, ആ 3 ഇനങ്ങൾക്ക് വിപരീതമായി അവിടെ ശിർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അറിയുമോ എന്ന് നമ്മളോട് ചോദിക്കണം. നമുക്കറിയുമോ തൗഹീദ്? നമ്മൾ പലപ്പോഴും തൗഹീദ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ജാറത്തിൽ പോകുന്നത് അത് ശിർക്കാണ്, തൗഹീദിനെതിരാണ്. അല്ലെങ്കിൽ മങ്കൂസ് മൗലിദ് ഓതുന്നതും അതുപോലെ ഖുതുബിയത്ത് നടത്തുന്നതൊക്കെ എന്താണ്? ശിർക്കാണ്, തൗഹീദിനെതിരാണ്. ഇങ്ങനെയുള്ള ഒരു അറിവാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പലർക്കും ഉണ്ടായിരിക്കാം. എന്നാൽ തൗഹീദ് അത് കൃത്യമായും അതിന്റെ ഇനങ്ങളെക്കുറിച്ച്, ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തുകളെ കുറിച്ചൊക്കെ നമുക്കറിയുമോ? അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു മനുഷ്യൻ സത്യവിശ്വാസിയാകണമെങ്കിൽ എന്ത് വേണം? ഒന്നാമതായി കലിമ വേണം. 2 കലിമകളുണ്ട്. അതിൽ ഒന്നാമത്തെ കലിമ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം നമുക്കറിയുമോ? നമ്മൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊള്ളാത്തതാണ് ഇന്ന് ശിർക്ക് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഇനി നമുക്ക് യഥാർത്ഥ രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എത്രമാത്രം അറിയാം? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 2 ഭാഗങ്ങളുണ്ട്, 2 റുക്നുകളുണ്ട്. ആ 2 റുക്നുകൾ ഇല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വഹീഹല്ല. നമ്മ പറയുമല്ലോ, നിസ്കാരത്തിന് റുക്നുകളുണ്ട്. ഫാത്തിഹ നിസ്കാരത്തിന്റെ റുക്നാണ്, റുകൂഅ് നിസ്കാരത്തിന്റെ റുക്നാണ്. ഫാത്തിഹ ഇല്ലാതെ നിസ്കാരമില്ല, റുകൂഅ് ഇല്ലാതെ നിസ്കാരമില്ല എന്നതുപോലെ തന്നെ എല്ലാം അതിനപ്പുറം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 2 റുക്നുകളുണ്ട്, ഇസ്ബാത്തും നഫിയും. നമ്മെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ രൂപത്തിൽ എത്രമാത്രം അത് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മളോട് ചോദിക്കണം. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 7ഓളം ഷർത്തുകൾ വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ, നിസ്കാരത്തിന് ഔറത്ത് മറക്കൽ ഷർത്തായതുപോലെ, നിസ്കാരത്തിന് ഖിബ്ലക്ക് മുന്നിട്ട് നമസ്കരിക്കൽ ഷർത്തായതുപോലെ, നിസ്കാരത്തിന് ശുദ്ധിയോടുകൂടെ നിസ്കരിക്കൽ ഷർത്തായതുപോലെ, നമ്മൾ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് സ്വഹീഹാകണമെങ്കിൽ, അത് ശരിയാകണമെങ്കിൽ 7ഓളം നിബന്ധനകളുണ്ട്, 7ഓളം ഷർത്തുകളുണ്ട്. വിശുദ്ധ ഖുർആന് കൊണ്ടും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കൊണ്ടും വാക്കിന്റെയും അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തന്ന ഷർത്തുകൾ നമുക്കറിയുമോ? നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇനി ഈ റുക്കുനുകൾ അനുസരിച്ചും ഷർത്തുകൾ അനുസരിച്ചും തന്നെയാണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതെങ്കിലും ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പൊളിച്ചു കളയുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹയെ ബാത്തിലാക്കി കളയുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹയെ നിഷ്ഫലമാക്കി കളയുന്ന ഒരുപാട് കാര്യങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നവാഖിദുൽ ഇസ്ലാം എന്ന നിലയിൽ, ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ എന്ന നിലയിൽ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയുമോ? നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന ഷഹാദ, ആ ഷഹാദയെ കുറിച്ച് നമ്മുടെ അറിവ് എത്രമാത്രമാണ്? നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അതിനെക്കുറിച്ച് എത്രമാത്രം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്? അതുപോലെ തന്നെ ദീനിന്റെ ഫുറൂഇയായ മറ്റു വിഷയങ്ങൾ, നമ്മൾ നിസ്കരിക്കുന്ന നമ്മുടെ നിസ്കാരം, ആ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ, അത് കൃത്യമായും ഹദീസിൽ വന്ന രൂപത്തിലാണോ പരിശോധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലാണോ? അതുപോലെ തന്നെ നോമ്പ്, ഏത് ഇബാദത്തുകൾ എടുത്താലും, ഏത് കർമ്മങ്ങൾ എടുത്താലും, വിശ്വാസമായി കർമ്മങ്ങളായി നമ്മൾ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എത്രമാത്രം അത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മളോട് ചോദിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇബ്നു ഹജർ റഹിമഹുല്ല പറഞ്ഞതുപോലെ
ദീനിന്റെ ഖവാഇദുകൾ, ദീനിന്റെ അടിസ്ഥാനങ്ങൾ, ദീനിന്റെ ഫുറൂഉകൾ പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഖൈറില്ലാത്ത മനുഷ്യനാണ്. ആ വ്യക്തി ഖൈറില്ലാത്ത വ്യക്തിയാണ്. നമ്മൾ കൂട്ടുകൂടേണ്ടത് ആരോടാണ്? ഖൈറുള്ള ആളുകളോടാണ്. നമ്മൾ വിവാഹാലോചന നടത്തേണ്ടത് ആരുമായിട്ടാണ്? ഖൈറുള്ള ആളുകളുമായിട്ടാണ്. ഖൈറുള്ള ആളുടെ അടയാളം എന്തായിരിക്കും? ആ വ്യക്തി ഇൽമുമായി ബന്ധപ്പെട്ട ആളായിരിക്കും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദീനി വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവ് നൽകും എന്നുള്ളതാണ്. അപ്പോൾ ദീൻ പഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് വ്യക്തമാക്കുന്ന ഹദീസും ആയത്തുകളുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇൽമിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്ന ഒന്ന് രണ്ട് ഹദീസുകളൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക തുരീഖൻ യത്ലുബു ഫീഹി ഇൽമ സലകല്ലാഹു ബിഹി തുരീഖൻ മിൻ തുറുഖിൽ ജന്ന. നമുക്കറിയുന്ന ഹദീസാണ്. ആരെങ്കിലും ഇൽമ പഠിക്കുന്ന മാർഗത്തിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ളൊരു വഴിയിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന ആശയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇൽമിന്റെ മാർഗത്തിൽ പ്രവേശിച്ചാൽ മതി. നമ്മൾ ചിന്തിക്കും, ഇത്ര പ്രായമായില്ലേ, ഇത്ര പ്രാരാബ്ധങ്ങളായില്ലേ, ഇത്രയൊക്കെ ആയില്ലേ, ഇനി എന്ത് പഠിക്കാനാണ്? ഞാൻ പഠിച്ചാൽ എനിക്ക് എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ സാധിക്കും, എത്രമാത്രം എന്റെ തലയിൽ നിൽക്കും? ചിന്തിക്കേണ്ട. മൻ സലക ത്വരീഖൻ യൽതമിസു യത്ലുബു ഫീഹി ഇൽമ, ഇൽമ പഠിക്കുന്ന മാർഗത്തിൽ പ്രവേശിച്ചാൽ തന്നെ ആ വ്യക്തിക്ക് വരുന്ന ശ്രേഷ്ഠതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറയുന്നത്. എന്ന് മാത്രമല്ല, അവിടുന്ന് പറഞ്ഞു, ഇന്നൽ മലായിക, തീർച്ചയായും മലക്കുകൾ ലതളഉ അജ്നിഹതഹാ ലിതാലിബൽ ഇൽമി റിദം ബിമാ യസ്ന. ഒരു ഇൽമ പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന പ്രവർത്തനത്തോടുള്ള സ്നേഹത്താൽ, അതിനോടുള്ള ഇഷ്ടത്താൽ മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും. എത്ര നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നു എന്നോ, എത്രമാത്രം പഠിക്കാൻ സാധിക്കുന്നുണ്ട് എന്നോ, പ്രായമോ ഒന്നും നമ്മൾ മാനദണ്ഡമാക്കണ്ട. ഇൽമ പഠിക്കാൻ ഇറങ്ങിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനോടുള്ള റിള കൊണ്ട്, അവനോടുള്ള തൃപ്തി കൊണ്ട്, സ്നേഹം കൊണ്ട് മലക്കുകൾ ചിറകുകൾ താഴ്ത്തി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ ഇന്നൽ ആലിം, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇനി ഇൽമ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള്. ഇൽമ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആകാശത്തുള്ള സൃഷ്ടികൾ, ഭൂമിയിലുള്ള സൃഷ്ടികൾ, വൽ ഹൈതാനു ഫീ ജൗഫിൽ മാ, വെള്ളത്തിലുള്ള മത്സ്യം പോലും എന്ത് ചെയ്യും? ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും. എന്ത് വലിയ ശ്രേഷ്ഠതയാണ്! ജീവിതത്തിൽ അബദ്ധങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരം പാപങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന, വാക്കിലും നോട്ടത്തിലുമെല്ലാം നിരന്തരം അള്ളാഹുവിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിരന്തരം ആവശ്യക്കാരാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൽമ പഠിച്ചവരാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ആകാശ ലോകത്തുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികൾ, ഭൂമിയിലുള്ള സൃഷ്ടികൾ, വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ തേടും. ഇസ്തിഗ്ഫാർ തേടാന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? പാപമോചനം എന്നാണ് നമ്മൾ അർത്ഥം വെക്കാറുള്ളത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാൻ സാധിക്കും. ആ വാക്കിന് തന്നെ മറച്ചു വെക്കൽ എന്നൊരർത്ഥം കൂടെയുണ്ട്. പാപം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്ത്? ആരും അറിയരുത് എന്നുള്ളത്, അല്ലെ? അറിയുക, വഷളാവുക, അഭിമാനം നഷ്ടപ്പെടുക. അത് ഈ ദുനിയാവിലാണെങ്കിലും പരലോകത്താണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമുള്ള കാര്യമാണ്. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്നാമത്തേത്, അല്ലാഹുവേ എനിക്ക് ഈ പാപം മറച്ചു വെച്ച് തരണമേ, പരലോകത്ത് ഈ പാപത്തിന് നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണം. ഈ രണ്ടർത്ഥങ്ങൾ അതിനുണ്ട്. അപ്പൊ ആ രൂപത്തിൽ ആകാശത്തുള്ള സൃഷ്ടികൾ, ഭൂമിയിലുള്ള സൃഷ്ടികൾ, വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ പോലും ഇൽമ പഠിച്ചൊരു വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വഇന്ന ഫദ്ലൽ ആലിമി അലൽ ആബിദ് കഫദ്ലിൽ ഖമരി ലൈലത്തുൽ ബദ്രി അലാ സായിരിൽ കവാകിബ്. ഇൽമ പഠിച്ച ഒരാളും അല്ലാത്തൊരാൾ എന്ന് പറയുമ്പോൾ ഇബാദത്തുകൾ ധാരാളമായി ചെയ്ത് ജീവിക്കുന്ന ഒരാളും ഇൽമ പഠിച്ച ആളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പരിപൂർണ ചന്ദ്രനുള്ള ദിവസത്തെ ആ ചന്ദ്രനും
നക്ഷത്രങ്ങളും തമ്മിൽ എത്ര നമുക്ക് കാഴ്ചയിൽ എത്ര വ്യത്യാസം തോന്നുവോ അതുപോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ വീണ്ടും പറഞ്ഞു വഇന്നൽ ഉലമാഅ വറസത്തുൽ അംബിയാ, ഉലമാക്കൾ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹം, അംബിയാക്കളാണെങ്കിലോ ദീനാറോ ദിർഹമോ ഒന്നുമല്ല അനന്തരം വെച്ചു പോയത്. അവർ അനന്തരം വെച്ചു പോയത് ഏതാണ്? ഇൽമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, അവിടുന്ന് പറഞ്ഞു ഇന്നല്ലാഹ അസ്സ വജല്ല വമലായികതഹു വഅഹ്ലസ് സമാവാതി വൽ അർള് ഹത്താ അൻ-നംല ഫീ ജുഹരിഹാ. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രശംസിച്ച് സംസാരിക്കും, മലക്കുകൾ ഇസ്തിഗ്ഫാർ തേടും, ആകാശലോകത്തുള്ള സൃഷ്ടികളും ഇസ്തിഗ്ഫാർ തേടും, ഭൂമിയിലുള്ള സൃഷ്ടികളും ഇസ്തിഗ്ഫാർ തേടും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മാളത്തിലുള്ള ഉറുമ്പുകൾ പോലും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടും. ആർക്ക് വേണ്ടി? വഹത്തൽ ഹുത്, അതുപോലെ തന്നെ സമുദ്രത്തിലുള്ള മത്സ്യം പോലും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടും. അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ, ജനങ്ങൾക്ക് നന്മ ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് വേണ്ടി എന്ന് ആര് പറയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഈ ഹദീസുകളൊക്കെ തന്നെയും, ഈ പറയപ്പെട്ട ഹദീസുകളും ആയത്തുകളും ഇൽമ് എന്ന് പറയുന്നത് എത്രമാത്രം പ്രധാനപ്പെട്ട, എത്രമാത്രം ശ്രേഷ്ഠകരമായ, എത്രമാത്രം സത്യവിശ്വാസിക്ക് മുഹിമ്മായ കാര്യമാണ് എന്ന് തെളിയിക്കുന്ന ആയത്തുകളും ഹദീസുകളുമാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ സമയം കണ്ടെത്തുകയും നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗമാക്കി തന്നെ ഇൽമ പഠനത്തെ ഒഴിവ് കിട്ടുമ്പോൾ, അവസരം കിട്ടുമ്പോൾ ഒരു സമയം ആഴ്ചയിൽ നീക്കി വെക്കുക എന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാക്കി മാറ്റാൻ, അല്ല പ്രധാനപ്പെട്ടൊരു കർമ്മം തന്നെയാക്കി മാറ്റാൻ ഇൽമ പഠിക്കലിനെ നമ്മൾ ആ രൂപത്തിൽ നോക്കിക്കാണാൻ, ആ രൂപത്തിൽ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ദുനിയാവിലും നാളെ പരലോകത്തും നമ്മുടെ ശ്രേഷ്ഠതകൾ ഉയർത്തുന്ന, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സ്നേഹം ലഭിക്കുന്ന, ഇസ്തിഗ്ഫാർ മലക്കുകളുടെയും മത്സ്യങ്ങളുടെയും ഉറുമ്പുകളുടെയും ആകാശലോകത്തെയും ഭൂമി ലോകത്തെയും സൃഷ്ടികളുടെ പ്രാർത്ഥന ലഭിക്കാൻ കാരണമാകുന്ന, നാളെ സ്വർഗത്തിൽ പദവികൾ ഉയരാൻ കാരണമാകുന്ന, ഈ ദുനിയാവിലും ദറജ ഉയരാൻ കാരണമാകുന്ന ഇൽമ പഠിക്കുക എന്ന പ്രധാനപ്പെട്ട ഈ ഇബാദ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ഇൽമ പഠിക്കുക എന്നത് എല്ലാ മുസ്ലിമിനും ഫരീദയാണ്, എല്ലാ മുസ്ലിമിനും നിർബന്ധം, ആരും ഒഴിവല്ല. പ്രായമോ അതുപോലെ തന്നെ ലിംഗമോ ഒന്നും അതിൽ നിന്ന് ഒഴിവാകുന്നില്ല. മറിച്ച് എല്ലാ മുസ്ലിം അലാ കുല്ലി, അല്ലെ, കുല്ലെന്നുള്ള വാക്കിന്റെ അർത്ഥമൊക്കെ അടിസ്ഥാനം അറിയുന്ന ആളുകൾക്ക് പോലെ അറിയുന്ന അർത്ഥമാണ്. എല്ലാ മുസ്ലിമിനും, അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും ഇൽമ പഠിക്കൽ നിർബന്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമുക്ക് എന്തോരം അവസരങ്ങളാണ്, എത്രമാത്രമാണ് അവസരങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നിരിക്കുന്നത്. നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം, നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇനി മുതൽ അള്ളാഹുവിന്റെ നാമങ്ങൾ നമ്മൾ പഠിക്കണം, എഴുതി വെച്ച് കുത്തിയിരുന്ന് നല്ല രൂപത്തിൽ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ നമ്മൾ പഠിക്കണം, അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കണം. വിശുദ്ധ ഖുർആൻ ഒരു ദിവസം നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്തെങ്കിലും ഹിഫ്ളാക്കാതെ എൻ്റെ ജീവിതം ഒരു ദിവസം എന്നിൽ നിന്ന് കടന്നു പോവുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യാൻ, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം നമ്മൾ പഠിക്കണം, അതിന്റെ ആശയം നമ്മൾ പഠിക്കണം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അല്ലെ, നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ യാന്ത്രികമാണ്. പലപ്പോഴും നമ്മൾ ചൊല്ലുന്ന ദിക്റുകളുടെ അർത്ഥങ്ങൾ നമ്മൾ പഠിക്കണം. രാവിലെയും വൈകുന്നേരവും നമ്മൾ നിർവഹിക്കുന്ന അസ്കാറുകൾ, അതിന്റെ അർത്ഥം നമ്മൾ പഠിക്കണം. ഇങ്ങനെ ദീനിന്റെ ഉസൂലിയായ ഫുറൂഇയായ കാര്യങ്ങൾ, ഇൽമുകൾ പഠിക്കാൻ നല്ല രൂപത്തിൽ ജീവിതത്തിൽ ദിവസത്തിൽ ഒരു സമയം നിർബന്ധമായും നമ്മൾ കണ്ടെത്തണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഹദീസുകളും ആയത്തുകളും തന്നെയാണ് നമ്മൾ ഇവിടെ വായിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ, ഇഖ്ലാസോടുകൂടെ പഠിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനുസരിച്ച് പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.